എച്ചാതി പരിപാടി എന്ന് പറയുമോ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ ഈ പടം 2 പ്രാവശ്യം കണ്ട്. ഇതിൽ ഫസ്റ്റ് ഞാൻ ഈ മൂവി കണ്ടപ്പോൾ ഫുള്ള് മറ്റേ തിയേറ്ററിൽ മൊത്തം ഈ ചീരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യങ്ങളൊന്നും കറക്റ്റ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. വീണ്ടും 2ാമത് പ്രാവശ്യം കൂടി പോയി കണ്ടിട്ടുള്ള റിവ്യൂ ആണിത്. നിവിൻ പോളി, മമിത ബൈജുവിൻ്റെ കിഡിലൻ കെമിസ്ട്രി, ഗിരീഷ് ഷേഡിയുടെ സ്ലൈസ് ഓഫ് മാജിക്, ഇമോഷണലും കോമഡിയും ഫീലും കിടിലം. ഇതിൽ എടുത്ത് പറയേണ്ട 3 പേരാണ് ടെക്നിക്കൽ സൈഡിൽ നിന്ന്. അത് നമ്മൾ എന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ. ഈ മൂവിക്ക് ആവശ്യമായിട്ടുള്ള നല്ല ഫ്രെയിമുകൾ ഒരുക്കിയിട്ടുള്ള സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ള അജ്മൽ സാബു. ഈ സിനിമ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങിയ മുതൽ തന്നെ ഇതിൻ്റെ അവസാനം വരെ ഒരു സീന് പോലും നമുക്ക് അയ്യോ ഇത് വേണ്ടേന്നില്ല എന്ന് തോന്നില്ല. അപ്പോൾ ആ സീനുകളെല്ലാം കട്ട് ചെയ്ത് ഒരു സിനിമയാക്കി തരുന്നത് എഡിറ്ററാണ്. ഇതിൻ്റെ എഡിറ്റർ ആകാശ് ജോസഫ് വർഗീസ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക്, അയ്യോ ഇതിലേറ്റവും എടുത്ത് പറയേണ്ട ഒന്ന് മ്യൂസിക്കാണ്. അപ്പോൾ ഇതിൽ പല ഇമോഷൻസും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇമോഷണലായിട്ടുള്ള കുറേ സീനുകളുണ്ട്. ഇത് പല ഇമോഷൻസും കടന്നു പോകുന്നൊരു ചിത്രം കൂടിയാണ്. ഇതിൽ കോമഡി മാത്രമല്ല, ഇതിൽ കോമഡി ഡ്രാമയാണെങ്കിൽ പോലും അതിൽ പല ഇമോഷൻസ് ഉണ്ട്. ഇതിൽ നമിത, നിവിൻ പോളി തമ്മിലുള്ള ഒരു ഇമോഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരെ ഫാമിലിയിലുള്ളൊരു ഇമോഷൻസ് വരുന്നുണ്ട്. പിന്നെ ഇതിലെ കോമഡി, എല്ലാ ഇമോഷൻസിനും ആവശ്യമായിട്ടുള്ള BGM ഇതിൽ വിഷ്ണു വിജയ്ക്ക് ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിലെനിക്ക് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതിൽ ഒരു കോമഡിക്ക് ആവശ്യമായിട്ടുള്ള ഇതിലൊരു ഫൈറ്റ് സീനുണ്ട് ഒരു കോളേജിൽ വെച്ചിട്ടുള്ളത്. ആ കോളേജിൽ വെച്ചിട്ട് ഒരു കോമിക് രീതിയിലാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കോമഡി സീനിന് ഒരു BGM ഒരുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ അത് ഇതിൽ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ഇതിലൊരു ബീപ്പ് സൗണ്ട് ആക്കിയിട്ടുള്ള ഒരു ഇതുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അത് നല്ല ആ സീനിന് അനുസരിച്ചിട്ടുള്ള BGM വരുന്നത്. ഒരു കോളേജിൽ ഒരു ഫൈറ്റ് സീനിലിടയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഒറിജിനൽ സ്കോർ നല്ല കിടിലനായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിൽ ലാസ്റ്റ് ഒരു കോമഡി സോങ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുള്ള ഒരു സോങ്ങാണ്. പിന്നെ ഒരു ഗോവയ്ക്ക് ട്രിപ്പ് പോകണമാണ്. ആ ഗോവയ്ക്ക് ട്രിപ്പിന് പോകുമ്പോൾ ആ ഒരു കോമഡി സോങ്ങാണത്. അതും ഭയങ്കര ഗംഭീരമായിട്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ് ഇതിൽ മാന്ത്രികമേ പെട്ടെന്ന് നമ്മൾ 2000 പോയ ഒരു ഫീലാണ് ആ കിട്ടിയത് ആ പാട്ട് കേട്ടപ്പോൾ. പഴയ ഒരു സോങ് കേട്ടപ്പോൾ അത് MG ശ്രീകുമാറാണ് ആ പാട്ട് പാടിയുള്ളത്. വളരെ ഗംഭീരമായിട്ട് ആ പാട്ട് മേക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവർ. നല്ല രസം, വിഷ്വലി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഈ പാട്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റോറിയിലേക്ക് കടക്കാം. സ്റ്റോറി ചെയ്തിട്ടുള്ളത് ഗിരീഷ് ഷേഡിയും കിരൺ ജോഷിയും ചേർന്നിട്ടാണ്. ഇതൊരു ക്രിസ്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു ഇടവക, അതിൽ താമസിക്കുന്ന ആൾക്കാർ, അയൽവാസികൾ. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഇമോഷണൽ സീനോട് കൂടിയിട്ടാണ് ഇത് ആരംഭിക്കുന്നത് തന്നെ. ആഷ്ലിൻ വേറൊരു സിറ്റിയിലേക്ക് വരികയാണ്. സ്വന്തം വീട് വിറ്റിട്ട് സിറ്റിയിലേക്ക് വരികയാണ്. അപ്പോൾ സിറ്റിയിലൊരു വീട് താമസത്തിന് പുതിയതായിട്ട് വരുമ്പോൾ പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോ ഇമോഷൻസിലാണ് ആൾ വരുന്നത്. ഇതിൽ അയൽവാസിയുടെ കഥാപാത്രമായിട്ട് വരുന്നത് നിവിൻ പോളിയാണ്. നിവിൻ പോളിയുടെ കഥാപാത്രത്തിൻ്റെ പേര് ജസ്റ്റിൻ്റെ അനിയനായിട്ട് വരുന്നത് സംഗീത് പ്രതാപൻ. കഥാപാത്രത്തിൻ്റെ പേര് ജോയിൽ ഡേവിസ്. പിന്നെ ഇതിൽ ജോയിലിൻ്റെ ഫ്രണ്ടായിട്ട് വരുന്നുണ്ട് ഗ്ലിക്സ് എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. നമ്മൾ ആവേശത്തിലൊക്കെ ഉള്ള റോഷൻ ഷാനവാസ്. റോഷൻ ഷാനവാസിൻ്റെ ഇപ്പോൾ ചെയ്ത പടങ്ങൾ വെച്ചിട്ട് ഏറ്റവും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ പടത്തിൽ. വുഡ് നീളം പൊട്ടിച്ചവരുടെ പൊടി പോലെയായിരുന്നു. റോഷനായാലും അതേപോലെ സന്ദീപ് എന്താണ് പേര്, സംഗീത് പ്രതാപനായാലും, ജോയൽ എന്നാണ് കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ഷോർട്ട് ഫിലിം ഡയറക്ടറാണ്. പിന്നെ ഈ ഷോർട്ട് ഫിലിം എടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് അയ്യപ്പ എന്നുള്ളൊരു വിളിയൊക്കെ. പിന്നെ ഇതിൽ സുരേഷ് കൃഷ്ണ, അയ്യോ കോമഡിയുടെ 5 കളിയാണ്. അതായത് ഇതിലെ ജസ്റ്റിൻ എന്ന് പറഞ്ഞാൽ നിവിൻ പോളിയുടെ കഥാപാത്രത്തിൻ്റെ ഫ്രണ്ടായിട്ടാണ് വരുന്നത്. ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരി പടർത്തുന്ന രീതിയിലുള്ള കൗണ്ടറുകൾ ഈ സുരേഷ് കൃഷ്ണയുടെ കയ്യിൽ നിന്നായാലും, അതേപോലെ തന്നെ ഈ ജോയിലിൻ്റെ ഫ്രണ്ട് റോഷൻ ഷാനവാസ്, ഇവർ രണ്ടുപേരാണ് നല്ല രീതിയിൽ കോമഡി കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതേമാതിരത്തെ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ സൃന്ദ എന്നൊരു ക്യാരക്ടർ ഉണ്ടായല്ലോ, ഒരു ആക്ട്രസ്, അത് ശരിക്കും ഇതിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു കോമഡി ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അതിൽ വെള്ളമടി സീനൊക്കെ ഉണ്ട്, അത് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു സൃന്ദര സാധാരണ കണ്ടുവരുന്നതും തികച്ചും ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതുപോലെ ഇതിൽ ബിന്ദു പണിക്കർ നമ്മളെ നിവിൻ പോളിയുടെ
ആൻറ്റി ആയിട്ടാണ് ചെയ്തത്. കുഞ്ഞാൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അത് ഗംഭീരമായിട്ട് ഇതിൽ മെയിൻ ടേണിംഗ് പോയിൻ്റ് ആകുന്നത് മിഥുൻ മണിക്കൂർ ആ ക്യാരക്ടറാണ്. അത് ഇൻ്റർവെല്ലിന് ശേഷം കുറച്ച് സീനുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളില്ല. അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെയാണ് ചെയ്തില്ല. അത് വളരെ നല്ല രീതിയിലുള്ള നല്ല എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറും കൂടിയായിരുന്നു. ഇനി വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടറിലേക്ക് കിടക്കാം. വിനയ് ഫോർട്ട് ഇതിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു സീനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വിനയ് ഫോർട്ടിനെ കാണില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും വിനയ് ഫോർട്ടിൻ്റെ ഇത് കഴിഞ്ഞ് കുറച്ച് സീനുള്ളൂ എന്ന് വിചാരിക്കും. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം ഒരു കംബാക്ക് ഉണ്ടാവുള്ളത്. പിന്നെ അവസാനം വരെ ഫുള്ള് പൊട്ടി പൂരാണ്. പിന്നെ അത്രയും ഗംഭീരമായിരുന്നു. ഇതിൽ മെയിൻ പറയുന്ന ഒരു ഏജ് ഡിഫറൻസ് ആണ്. അതായത് നിവിൻ പോളിക്ക് ഇതിൽ ഈ കഥാപാത്രം 38 വയസ്സാണ് നിവിൻ പോളിയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 12 വയസ്സ് ഈ നിവിൻ പോളിനേക്കാളും കുറവാണ് നമിത ബൈജുവിന്. അത് ജസ്റ്റിനോട് നമിത ബൈജുവിൻ്റെ ക്യാരക്ടറിൽ ആഷ്ലിന് ഒരു റിലേഷൻ തോന്നുകയാണ്. അപ്പോൾ അവിടെ ഒരു ഏജ് ഡിഫറൻസ് ഒരു പ്രോബ്ലമായിട്ട് വരികയാണ്. അതായത് ഈ ആഷ്ലിനേക്കാളും 12 വയസ്സ് മൂപ്പാണ് ഇതിലെ നിവിൻ പോളിയുടെ കഥാപാത്രമായിട്ടുള്ള ആൻ്റണി, ജസ്റ്റിൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഈ ജസ്റ്റിൻ്റെ ക്യാരക്ടർ അതിനെ ഫസ്റ്റ് എതിർക്കുകയും പിന്നീട് ഈ ജസ്റ്റിൻ ഓൾറെഡി ഒരു ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ പിന്നീട് അതിനുശേഷം ഉണ്ടാകുന്ന ഒരു രസകരമായ ഓരോ ഇമോഷണലും അതുപോലെ തന്നെ കോമഡിയും കലർന്നിട്ടുള്ള ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന മൂവി. ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, ശ്യാമോഹൻ, നമ്മളെ പ്രേമലൂലൊക്കെ ഉള്ളത്. ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പടം അവസാനിക്കുന്ന വരെ ഫുള്ള് നമ്മൾ ആദ്യം വിചാരിക്കും ആളിതിൽ മെയിൻ വില്ലനാണെന്ന്. ആളിതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ലാസ്റ്റ് ക്ലൈമാക്സിൻ്റെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. കാന്താരത്തെ ഒരു റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കുറേ റെഫറൻസുകളുണ്ട് ഇതിൽ. അയ്യപ്പ എന്ന് പറഞ്ഞിട്ടൊരു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സംഗീത പ്രതാപിൻ്റെ ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗ്. പിന്നെ അതേപോലെ തന്നെ കുറേ സീനുകളുണ്ട്. അതുപോലെ നല്ല രീതിയിൽ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സും. ചില പടത്തിലൊക്കെ കുറച്ച് നമ്മളൊരു സിനിമ കാണാൻ പോകുന്നത് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ വേറെ കൂടെ കരഞ്ഞിട്ടും അല്ലാതെ വേറെ എന്തെങ്കിലും ഇതായിട്ടൊക്കെ അങ്ങനെ തിരിച്ചു വരാൻ പറ്റില്ല. ഇത് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാം ഈ പടത്തിലുണ്ട്. നമുക്ക് ഫസ്റ്റ് സിനിമ തുടങ്ങി അവസാനം വരെ നല്ല രീതിയിൽ ചിരിച്ച് സന്തോഷമായിട്ട് തിരിച്ച് വരാൻ പറ്റിയ, നല്ല ചിരിച്ച് കണ്ടിറങ്ങി വരാൻ പറ്റിയ ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ഈ റിവ്യൂ എൻ്റെ രണ്ടാമത്തെ റിവ്യൂ ആണ്. ഇത് ഞാൻ 2 പ്രാവശ്യം കണ്ട് ഈ സിനിമ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി ഈ വീഡിയോ ചെയ്യുന്നത്. ബത്ലഹേം കുടുംബ യൂണിറ്റ്.